സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നത് എന്തെന്നോ, നാളെ രാവിലെ എണീക്കുമ്പോൾ നല്ല വാർത്തകൾ കേൾക്കണേ എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു വാർത്ത കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു 1.5 വയസ്സുകാരൻ നെയ്യാറ്റിൻകരയിൽ മരണപ്പെട്ട കാര്യം. ഒരാഴ്ച വരെ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയാതെ പോലീസ് ഒരുപാട് വലയുകയായിരുന്നു. യഥാർത്ഥ കൊലപാതകി ആ കുഞ്ഞിൻ്റെ പിതാവാണ് കേട്ടോ. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. സ്വന്തം ഭാര്യയോടുള്ള ദേഷ്യത്തിൻ്റെ പക തീർത്തത് ആ 1.5 വയസ്സുകാരന് നേരെയാണ് കേട്ടോ. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. നമുക്കും മക്കളൊക്കെ ഉള്ളതാണ്. എങ്ങനെ തോന്നുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ ഒരു അച്ഛനായ അവന് എങ്ങനെ ഇത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ആ കുട്ടിയുടെ സ്വന്തം പിതാവ് ആ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് അടിവയറ്റിൽ മുട്ടുകൊണ്ട് ഇടിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പൊട്ടലും ഉണ്ടായിരുന്നെന്ന്. ഈ കുഞ്ഞിൻ്റെ കയ്യിലെ പൊട്ടലിനെ കുറിച്ച് പോലീസ് ചോദിച്ചപ്പോൾ ഇവർക്ക് 2 പേർക്കും ഒരു മറുപടിയും ഇല്ലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഇവർ 2 പേരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർക്ക് 2 പേർക്ക് അറിയാമായിരുന്നായിരിക്കാം. ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത് പിതാവാണെന്ന് അമ്മയ്ക്കും അറിയാമായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയേറെ ഉപദ്രവിക്കുമ്പോൾ ഏതമ്മയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കയ്യിൽ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അമ്മയ്ക്ക് അറിയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെയൊക്കെ മക്കളുടെ കയ്യോ കാലോ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ പോലും നമുക്ക് ടെൻഷനായിരിക്കും അല്ലേ? പക്ഷേ ഈ വാർത്തകളൊക്കെ നമ്മുടെയൊക്കെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണെന്ന് അറിയുമ്പോൾ മനസ്സിലൊരു ടെൻഷനാണ്. ദൈവമേ, ഇങ്ങനെയുള്ള വാർത്തകളാണല്ലോ കേൾക്കുന്നത്. കുഞ്ഞിന് ബിസ്ക്കറ്റ് കൊടുത്തതിന് ശേഷം നുരയും പതയും വന്ന് ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷം മരണം സംഭവിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഒരുപാട് ക്രിമിനൽ കേസുകളാണ് നമ്മൾ ഡെയിലി വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ നാടിന് പറ്റിയത്? എങ്ങനെയാണ് ഈ 1.5 വയസ്സായ ഒരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി അവന് കൊല്ലാൻ തോന്നിയത്? സത്യം പറഞ്ഞ് കുറച്ച് വർഷങ്ങളായി ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം തന്നെയാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു. മുന്നോട്ട് പോകും തോറും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്, കുറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യത്തിൽ ഇവിടുത്തെ നിയമത്തെ ആർക്കും പേടിയില്ല എന്നുള്ള കാര്യം ഉറപ്പായി കേട്ടോ. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, ജയിലിലെ ശമ്പളവും കൂട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇവർക്ക് എന്ത് ചെയ്താലും ചെന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസാണ് ഇപ്പോൾ ജയിൽ. ആദ്യമൊക്കെ പറയാൻ ജയിലിൽ പോയി നല്ലപോലെ ഗോതമ്പുണ്ട കഴിച്ച് കിടക്കാന്ന്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ വളർത്തുന്നത്. ഇപ്പം ജയിലിൽ ശമ്പളം ഇരട്ടിയാക്കിയില്ലേ, അതുപോലെ ഇനിയിപ്പം എന്തു കുറ്റം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അഭയം തരാൻ ജയിലുണ്ട്. ജയിലിനകത്ത് പോയാൽ നല്ല ശമ്പളമുണ്ട്, നല്ല ആഹാരമുണ്ട്. ഇവിടുത്തെ കാലം സന്തോഷം സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായി മാറി ഇപ്പോൾ ജയിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യാൻ ഇനിയിപ്പോൾ ആർക്കും യാതൊരു പേടിയും കാണത്തില്ല. അപ്പോൾ ഇത് കേരളത്തിലെ ക്രിമിനലുകളെ വളർത്തുന്ന ഒരു സാഹചര്യം കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെയൊക്കെ ദേഷ്യം തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയൊന്നും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരുപാട് ദമ്പതിമാർക്ക് ഇപ്പോൾ കുട്ടികളില്ലാതെ ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ അവർക്ക് തന്നെ അങ്ങ് കൊടുത്തോളൂ. എന്തിനാണ് ഇങ്ങനെ കൊന്നു കളയുന്നത്? ആ കുഞ്ഞിന് എന്തറിയാടോ? ആ കുഞ്ഞിന് എന്തറിയാം? അല്ല, ആ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത്? അതിനെന്തെങ്കിലും അറിയുമോ? അത് കളിച്ച് ചിരിച്ച് നടക്കുന്ന പ്രായമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കണ്ടു വളരുന്ന പ്രായം എന്ന് പറയുമ്പോൾ ആ 1 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കുസൃതികളും അതിൻ്റെ ചിരിയും കളിയൊക്കെ കണ്ടാണ് നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം മാറുന്നത്. അത് നമ്മൾ ആസ്വദിക്കുകയാണ് ആ കാലഘട്ടം. ഇങ്ങനൊരു തന്ത, എന്താ പറയുക, അവനെ തന്തയെന്നല്ല പിശാച്, ഇങ്ങനെ ഇത്രയേറെ ഉപദ്രവിച്ചിട്ടും യാതൊരു പശ്ചാത്താപവും അയാളുടെ മുഖത്ത് കണ്ടിട്ടില്ല. അങ്ങേര് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ മുന്നിൽ അയാൾ ഇരുന്നത്. അപ്പോൾ ഒരാഴ്ച വേണ്ടി വന്നു ഇത് തെളിയിക്കാൻ. അപ്പോൾ എന്തുമാത്രം ക്രൂരനാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ തൊട്ടടുത്ത സ്ഥലങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ മനസ്സിനൊരു പേടിയുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ അടുത്ത് ഇത്രയേറെ ക്രിമിനൽസുകൾ ഉണ്ടവിടെ.